അമ്മയ്ക്കും പപ്പായ്ക്കും ഒരു സ്മോൾ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങള് ഹോസ്പിറ്റലിൽ വരെ പോവാണ്. ഞങ്ങൾ 3 പേര് എണ്ണീറ്റപ്പം 10 മണിയായി കേട്ടോ. അതിന്റെ അമ്മ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. 10 മണിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ അപ്പൻ അവിടെ ഡോക്ടറെ വെച്ചേക്കോണോ എന്നാണ് ഞങ്ങളോട് 3 പേരോടും ചോദിച്ചത് അല്ലേ. എന്നാലും ഞങ്ങളിന്ന് പോയി നോക്കാന്ന് വെച്ചു. ഡോക്ടർ അവിടെ ഇരുന്നാലും അല്ലെ. അപ്പം ചേച്ചിക്ക് കാലിന് ചെറിയൊരു വേദനയുണ്ട്. തണുപ്പിന് ടൈലേ കൂടെ ചെരുപ്പ് ഇടാതെ നടന്നിട്ട് പോകാൻ തോന്നുന്നു. അപ്പൊ നാട്ടിൽ വരുമ്പോ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന പതിവാണ്. അപ്പം പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കാണണം. പിന്നെ ഇവർ മാളക്കുട്ടിക്ക് ചുമ, വില്ലൻ ചുമ, മാസം 1 ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് മാളക്കുട്ടിക്ക് സ്കൂളില്ലല്ലോ. ഇന്ന് സ്കൂളിൽ പോകുന്നോണ്ട് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇന്നും പോയി പറഞ്ഞു മേടിച്ചോണ്ടാ വരുന്നത്. ആ മരുന്നൊന്നും കഴിച്ചിട്ട് കുറയുന്നില്ല. അന്നേരം മാളക്കുട്ടി ഇന്ന് നേരിട്ട് കൊണ്ടുപോയി കാണിച്ച് മരുന്ന് മേടിക്കാന്ന് വെച്ചു. അപ്പൊ കുട്ടമ്മൻ വരുന്നില്ല. കുട്ടമ്മന് എല്ലാരും താമസിച്ചാണ് എണ്ണീറ്റ്. അപ്പൊ കോഴിക്കും മുയലും കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ തീറ്റയൊക്കെ കൊടുക്കണം. പപ്പ വരുന്നില്ല. ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ട് വരാം അല്ലെ. അപ്പൊ നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി. നോക്കട്ടെ. നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. തിരിച്ചേ തിരിച്ചേ. എന്നിട്ട് ക്യാമറമാന്റെ ഫോട്ടോ തരായില്ലല്ലോ. ചിരിക്കുകയല്ല, ഈ ഫോട്ടോ ഫോട്ടോഗ്രാഫറേ. അയ്യോ നോക്കി നിൽക്കുന്നു. ഞാൻ കണ്ടു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ കണ്ടോ. ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ വാടി കീട്ടിലെ ഫോട്ടോ കണ്ണടച്ച്. അയ്യോ. ഒരാള് രാവിലെ ഞാൻ ചേച്ചിയും 11 വട്ടം ചോദിച്ചു വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പം കോഴിക്ക് തീറ്റ കൊടുക്കണം, ഞാൻ വരുന്നില്ല, പട്ടി പ്രസവിക്കാറായി കിടക്കുമല്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങി മുഖത്തൊരു മ്ലാനത. അപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് വരുന്നോന്ന് ചോദിച്ചപ്പോ 5 മിനിറ്റ് മോൻ ഇപ്പൊ വരാം. അണ്ട പോയി പാന്റ് ഉടുപ്പിട്ടിട്ട് വരുന്നുണ്ട്. എന്നാ ചെയ്യാനാ, അത് എന്റെ പാന്റായിരിക്കും. പപ്പടാ എന്നാ പൂവല്ലേ. നമ്മള് തന്നെ കണ്ണു നോക്കുന്നത് ശരിയല്ല. എന്നാലും നമ്മുടെ മുറ്റത്ത് നിന്നിട്ട് ഇത്രയും പൂവേ. എങ്ങോട്ട് നോക്കിയാലും പൂവാ. ഇതില് 3 പൂവ്. ഇതേ ഒരു കൊലയാട്ട് മുട്ട് കളയല്ലേ ഇവിടെ വേലിക്കകത്തോട്ട് പോയത്. സെറ്റായി. അയ്യോ റോസാന്റെ മുട്ട നിക്കുന്നുണ്ടോ. ഇതുണ്ടോ ഇങ്ങനെ നല്ല ഒരു അയ്യോ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ കട്ടപ്പനയ്ക്ക് പോകുമ്പോ സ്പെഷ്യലായിട്ട് എന്താ മേടിച്ചിരുന്ന കഴിക്കാൻ? സ്പെഷ്യൽ എന്തേലും വാങ്ങിച്ചേരും. ഇന്ന് ആശുപത്രി പോക്കൊന്നും നടക്കത്തില്ല, 12 മണിയായി. അതുകൊണ്ട് മാതാശ്രീയുടെ മുഖം ഇങ്ങനെ ഇരിപ്പുണ്ട്. രാവിലെ കഞ്ഞിയായിരുന്നു കാപ്പിക്ക്. ഒരു കഞ്ഞി ലുക്ക് എല്ലാത്തിനും. കപ്പയും കഞ്ഞി, നല്ല ചിക്കൻ കറി, തൈര്, ഉണക്കമീൻ വറുത്തത്. അന്നേരം കഞ്ഞി അല്ലായിരുന്നോ? ബാ കുട്ടമ്മ ടീഷർട്ടും ജീൻസ്. പിന്നെ ഞങ്ങൾ അരമണിക്കൂറായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. കോഴിക്കും പട്ടിക്കും മുയലിനും ഒക്കെ തീറ്റയൊക്കെ കൊടുത്താൽ ഞാനിവിടെ ഇരിക്കുന്നതിനും ഭേദമല്ല. നിങ്ങളോട് വരുവാണെങ്കിൽ നല്ല ഹോട്ടലിലൊക്കെ നിങ്ങൾ കയറും. അങ്ങനെ ഞാൻ തന്നെ പ്രത്യേകിച്ച് എന്റെ കൂടെ വരുമ്പോ അതിന്റേതായ ഗുണമൊക്കെ ഉണ്ടാകും എന്നുള്ളത് അറിയാം. എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്നാ എന്റെ കൊച്ചിനൊരു മ്ലാനതാ. താക്കോലുണ്ട്, കൈയുണ്ട്. വേണ്ട എന്നൊരു മ്ലാനതാ. അതിനാണ് മ്ലാനത. ഒപ്പം നിന്ന് ഉച്ചക്ക് പോയി കഴിഞ്ഞാലേ അവിടെ ചെല്ലുമ്പോ ഡോക്ടർമാര് ചീത്ത പറയും. ആദ്യം ഇച്ചിരി ജാടയൊക്കെ കാണിച്ചു, ഞങ്ങള് വരുന്നില്ല. നമ്മളെല്ലാരും ഒരുങ്ങി ഇറങ്ങിയപ്പം പപ്പായ്ക്ക് ഒരു വിഷമം. ഒറ്റയ്ക്കേ ഉള്ളല്ലോ, പിന്നെ ഞാനും അങ്ങ് പോകുമല്ലേ, പിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം ആണ്. ഒന്ന് മര്യാദക്ക് ആദ്യമേ വിളിക്കുമ്പോ ചാടി കയറി ഞാനും വരുന്നുണ്ടെന്ന് വന്നാ പോരെ. എല്ലാരും കളയാക്ക്. അയ്യേ അപ്പൊ നമ്മുടെ വഴിപണിയൊക്കെ നല്ല ഊറ്റമായിട്ട് നടക്കുന്ന കേട്ടോ.
കുറച്ചിടം നല്ല ടാറിങ് ആണ്, പോകാനും സുഖം. ഭയങ്കര സൗണ്ടായിരിക്കും, പാട്ട് കയറ്റിയാൽ നല്ലതാ. ആ കൊച്ചിന് ഫോട്ടോ എടുത്ത് കൊടുത്തില്ല, അതിന്റെ ഒരു മ്ലാനത ആണോ? വിശക്കുന്നുണ്ടോ? ആണോ? ഇതുണ്ടോ വഴിപണി കേട്ടോ, കുറച്ചിടം ഇങ്ങനെ ബ്ലോക്കാണ്, വണ്ടി രണ്ട് സൈഡിലും പണിതുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് 20 ഏക്കർ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാ ചുമരോഗികൾക്കും മരുന്നൊക്കെ മേടിച്ചു കേട്ടോ. എന്നാ പറഞ്ഞു മുട്ടിന്റെ എന്നാ പറഞ്ഞു? ഒരാഴ്ചത്തേക്കിന് പാലൊന്നും കുടിക്കണ്ട, തന്ന ഗുളിക കഴിക്കാൻ. ആണോ? ഇപ്പൊ പോവല്ലേ? പാല് കുടിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വല്ല പഴങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം. പാല് കുടിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മാറ്റാക്കാല്ലേ? ബാറ്ററി മാറ്റായിട്ടങ്ങ് മാറ്റിയാലോ? വാ, ഗുളികയെല്ലാം മേടിച്ചോ? എങ്ങനെ ചായ കുടിക്കാതിരിക്കുള്ളൂ ഒരാഴ്ച? വലിയ പാടാ. കട്ടൻ ചായ കുടിക്കാവോ? കടുങ്കാപ്പിയും കുടിക്കത്തില്ല, കടുങ്കാപ്പിയും കുടിക്കത്തില്ല, കട്ടൻ ചായ ഇനി നിവർത്തിയുള്ളൂ. ആണോ? ആ കേറ് പോകാം. ചേച്ചിക്ക് സെപ്പറേറ്റ് ചായ ഉണ്ടായിരുന്നു എന്നും രാവിലെ. എന്നാ ഇവള് അതല്ല, ഇവള് താമസിച്ച് എണീക്കുന്നോണ്ടേ ഇവർക്ക് സെപ്പറേറ്റ് ചായ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ട. കേറ് 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 കേറ്. മാളക്കുട്ടിയുടെ എന്നാ പറഞ്ഞേ? ചുമയുടെ മാളക്കുട്ടിക്ക് ചുമ വന്ന ഒരു 5 മാസം നീണ്ടു നിൽക്കുന്ന നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ എന്നാ പറഞ്ഞ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ? അത് ഉപ്പറ കാണിക്കണതോ? അപ്പൊ ഇനിയും വീണ്ടും കട്ടപ്പനയ്ക്ക് വരണം. എക്സ്റേ ഇന്ന് എടുക്കുന്നോ കൊച്ചേ? വേണ്ട. അല്ല, നീ സ്കൂളിൽ പോയിട്ട് ഞാൻ ഇവിടെ ഒന്ന് എക്സ്റേ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് കൊള്ളായിരുന്നല്ലേ? പോവല്ലേ? ഇങ്ങോട്ട് നീങ്ങിയൊക്കെ നടക്ക്. അമ്മ സൈഡ് ഒതുങ്ങി നടക്കുകയല്ലേ നിവർത്തി ഉണ്ടായത്. അതിനാ ഞങ്ങൾ എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ പട കൂടുന്നത്. ഞങ്ങളുടെ സൈഡിൽ കൂടെ പോകാം കേട്ടോ. ഞങ്ങളെ കേട്ടാതെ ഓട്ടോയ്ക്ക് പപ്പായും മക്കളും കൂടെ പോയി. അവരും പോയമേ? ഇല്ല, അവരും പോയി. അവർ ഓട്ടോയ്ക്ക് കയറി. അയ്യോ, ഓട്ടോ അവിടെ കൊണ്ടു നിർത്തി. നമ്മള് പാവം നടന്നു പോന്നു. പ്രാർത്ഥിച്ചോ? നമ്മൾ വന്നപ്പോ ഒരു ചേച്ചി ഇവിടെ നിന്നില്ലേ, കുഞ്ഞാവയായിട്ട്. ചേച്ചി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന. കൊച്ചിനോട് പറഞ്ഞു, അത് എന്നോടും പറഞ്ഞു, വീഡിയോ ഒക്കെ കാണുന്ന. ഇവിടെ അപ്പുറം ആ പള്ളിയില്ലേ വളർത്തിരിക്കുന്നേ, അതിന്റെ പുറകില്ല താമസിക്കണേ. ആണോ? ആ, അതേ ഉള്ള ചേച്ചിയും ഉള്ളതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് തിരിച്ചറിയും. പെട്ടെന്ന് തിരിച്ചറിയും. അവിടെ ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും നിന്നെ തന്നെ ഒരു ചേച്ചി ഇങ്ങനെ നോക്കിയിരിങ്ങനെ ആലോചിച്ചു പോന്നു. ഞങ്ങളെക്കാട്ടിലും ഇഷ്ടം നിന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാ പറയണ്ടേ, കുറെ പേര് വിളിക്കുമ്പോ എല്ലാം പറയാറുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. 2 ദിവസത്തെ ധ്യാനമുണ്ട്. ആദ്യ വെള്ളി അല്ലേ? രണ്ടാമത്തെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവര് വിളിക്കും. വിളിക്കും. നമുക്ക് കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി നമുക്ക് കൂടാം. ഇവിടെ വന്ന് 2 ദിവസം താമസിച്ചാണ്. അത് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. 2 ദിവസം ധ്യാനത്തിന് കൂടെ വണ്ടി പോകുന്നത് ഭയങ്കര നോയ്സ് കേട്ടോ. പോയാലോ? നേർച്ച കേട്ടോ കുഞ്ഞേ. ഇപ്പൊ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി വർത്താനം പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. നല്ലൊരു വാഗ പൂത്ത് നിൽപ്പുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. എന്നാ റെഡ് കളറാന്ന് നോക്കി. എന്നാ പറയണേ? എന്തോ പപ്പാനെ കളിയാക്കാനുള്ള പരിപാടി കേട്ടോ. അതെനിക്ക് തോന്നി. ഒരമ്മച്ചിയെ നമ്മൾ 20 ഏക്കർ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്മച്ചി വന്നു. അപ്പൊ എന്റെ അടുത്തോട്ട് വന്നു. മോമ അടുത്ത് നിൽപ്പുണ്ട്, പൊന്നുമുണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പച്ചനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുക. ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്.
കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മോളമ്മയുടെ കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇവരോട് ഈ വിവരം പറഞ്ഞു. എന്നെ കണ്ടാലൊരു എന്തുകൊണ്ടോ ദാനധർമ്മി ലുക്കുണ്ട്, അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. ഇവര് രണ്ടുപേരും ഒന്നും വേണ്ടിയില്ല. പിന്നെ പോരാൻ നേരത്ത് പൊന്നു വെച്ചിട്ട് പൈസയൊക്കെ കൊടുത്തു. അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്കത് നമുക്ക് ഓരോ മനുഷ്യരും ഉപകാരപ്പെടും. ഒന്നാമത്തെ കാര്യം നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി നമുക്ക് വമ്പൻ പണി കിട്ടിയതാ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആരെയും അങ്ങനെ ഒറ്റ നോട്ടത്തെ വിശ്വസിക്കത്തില്ല. അമ്മച്ചിനെ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് വാച്ച് ചെയ്തു, സത്യസന്ധമായിട്ടാണോ എന്നൊക്കെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞാ പൈസ കൊടുത്തത്. കിടക്കുന്നത് ഞങ്ങൾ കാണും അകത്തെ റൂമില്. കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്കായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇപ്പം അമ്മച്ചിയുടെ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു കള്ളലക്ഷണം ഉണ്ട്, അതാണ് പ്രശ്നം. മൊത്തത്തിൽ തലയൊക്കെ മൂടി കണ്ണ് മാത്രം വെച്ചിട്ട് സാരമില്ല, ഏതായാലും നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും അമ്മയ്ക്കും പപ്പായ്ക്കും ഒരു സ്മോൾ ഗിഫ്റ്റ് ഉണ്ട്. അതാണ് കുട്ടമ്മയോട് വരുന്നോ എന്ന് നിർബന്ധം പിടിച്ച് കൊണ്ടുവന്നത്. അത് തോന്നിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉടുപ്പും പാൻറ്റും ഇട്ടുകൊണ്ട് ഓടിയത്. അമ്മയ്ക്കും ഉണ്ട്. അങ്ങനല്ല, കൂടെ വന്ന ഗുണമുണ്ട് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞതും കുട്ടമ്മോൻ ഓടിപ്പോയി പാൻറ്റും ഉടുപ്പൊക്കെ ഇട്ട്. അതെ, വരുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നേ. എനിക്ക് കോഴിക്ക് തീറ്റ വേവിക്കണം, മൊയലിന് പുല്ല് പറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ജാടയിട്ട് നിന്നു. അതല്ല ചേച്ചി പറഞ്ഞേ, ചേച്ചി ഇത്ര പറഞ്ഞുള്ളൂ, കൂടെ വന്നാ ഗുണമുണ്ട്. ഗുണമുള്ളവര് ആർക്കാണ്? ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ഓടിപ്പോവാല്. അപ്പൊ നേരെ മൈജിയിലിട്ടോ അല്ലേ? നേരെ മൈജിയിലിട്ടോ. മൈജിയില ഗുണമുള്ള. അവിടെ എനിക്കൊരു ആപ്പിളിന്റെ ഹെഡ്ഫോൺ മേടിക്കണം. എന്നാ പിന്നെ സെലക്ഷൻ ഇവരെയും കൊണ്ടങ്ങ് പോന്നല്ലേ നല്ലേ? പോയാലോ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മള് 2 ഫോൺ എടുക്കാനാണ് വന്നത്. അപ്പം 2 ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? പറയാലോ. ഇതല്ല, നമുക്ക് റെഡ്മിയുടെ നോട്ട് 30 ആണ്. നമുക്ക് 120 റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. പിന്നെ 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 108 മെയിൻ ക്യാമറ വരുന്ന മോഡലാണ്. 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജ് വരുന്നത്. അത് മാത്രമല്ല ഗൊറില്ല ഗ്ലാസിന്റെ സപ്പോർട്ട് വരുന്നത്. കാരണം നമുക്ക് 20 രൂപ റേഞ്ചിൽ നമുക്ക് ആൻഡ്രോയിഡിൽ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെ. നല്ല ഫോണാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ വരുന്നത് നമുക്ക് വിവോയുടെ Y28s. ഇത് വരാൻ നേരത്ത് നമുക്ക് മെയിൻ ക്യാമറ വരാൻ നേരത്ത് 50 വരും. 50 MB വരും. അതെ, 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും പറയേണ്ട സ്പെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിമെൻസിറ്റി തന്നെ ആയിരിക്കും പ്രോസസ്സർ. കുഴപ്പമില്ല, ഈ പ്രൈസ് റേഞ്ച് ബെറ്റർ ആണ്. ഞങ്ങൾ റേറ്റ് കുറച്ച് ഫോൺ എടുത്ത് തന്നെ അറിയാമോ? ഞങ്ങൾ 23 റെഡ്മിയുടെ ഒരു ഫോൺ എടുത്തിട്ട് കഴിഞ്ഞ ദിവസം സാധനം മോഷണം പോയി. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് വെച്ച്. അതുകൊണ്ട് ഇനിയിപ്പോ ഇത് കൊണ്ടായാലും കള്ളന്മാർക്ക് അതിന്റെ മുതലല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അമൽ ചെയ്തു. ഹാപ്പിയാണ്. ഇത് അൺബോക്സ് ചെയ്തോ? ഇത് അമ്മയ്ക്കുള്ളത് റെഡ്മി. എന്നാലും നോക്ക്. സന്തോഷമായി. കള്ളന്മാർക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ. ബാക്കില് ഞാൻ പൊട്ടിച്ചു. ഇത് അമ്മയ്ക്കുള്ള ഫോണാണ്. ഒരു ഫോൺ മേടിച്ചിട്ട് അധികകാലം ഉപയോഗിക്കാൻ പറ്റിയില്ല. സാരമില്ല, പക്ഷെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഫോൺ സൂക്ഷിക്കുന്ന അമ്മയാ. ചാർജർ വന്നിട്ടുണ്ട്. ഗോൾഡ് കളറാട്ടോ അല്ലേ? ഞാൻ ലാസ്റ്റ് പൊട്ടിച്ച എന്റെ ഫോണാണ്. അത് കൊള്ളാല്ലേ? ബാക്കില് എവിടെ ഇരുന്നാലും അറിയാം. അതെ, നല്ല തിളക്കമുണ്ട്. പക്ഷെ നല്ലൊരു കേസ് വരുന്നുണ്ട്. കൊള്ളാമേ. ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് വരുന്നില്ല. നല്ല സോഫ്റ്റ് ആണ്. അത് മതിയായിരിക്കും. നോക്കിക്കേ, അത് ഞാൻ മേടിച്ച സെപ്പറേറ്റ് മേടിച്ച.
ആ അത് കൊള്ളാം. ലൈറ്റ് വെയിറ്റ് ആണ്. അതെ, ഹാൻഡിൽ ചെയ്യാൻ നല്ല ഇതൊക്കെ ഉണ്ട്. സ്ക്രീൻ ഗാർഡും കൂടെ ഒട്ടിച്ചു കൊടുക്കും. ഇതിന്റെ അല്ലേ സ്ക്രീൻ ഗാർഡ് വരാത്ത? എന്നത്തേന് വരുമെന്നല്ലോ അറിയോ? 2 ദിവസത്തിനുള്ളിൽ തന്നെ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോ കേറാം. അല്ല, ഈ നമ്പറിലൂടെ തന്നെ കോൺടാക്ട് ചെയ്തേക്കാം. ആ ഇത് ഓപ്പൺ ആക്കി മേടിച്ചോ. താങ്ക് യു. ഞാൻ വീണ്ടും പറയുക, കള്ളന്മാരിങ്ങനെ തുനിഞ്ഞിറങ്ങി നമ്മളെ നോക്കി ഓരോന്ന് എടുത്തോണ്ട് പോകും, നമ്മൾ ഓർക്കുന്നുണ്ട്. അതെ, മെഡിക്കൽ കോളേജ് വെച്ച് ഇതുപോലെ ഒരു ഹാൻഡ് ബാഗ് മിസ്സായി. അതിനകത്ത് ക്യാഷ്, ഫോണ്, പ്രൂഫ്, ID പ്രൂഫ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം പോയി. കേസ് കൊടുക്കാനല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ഫോണും പേഴ്സും അത് പോയിട്ട് വരെ പോയി. പിന്നെ ആ phone. അതെ അതെ. ഇനി ഇത് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ? അല്ല ചെയ്തു. ഇതിന്റെ സിം ഇരിപ്പുണ്ടോ? സിമ്മും പോയി. സിമ്മ് വേറെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തായിരുന്നു. അത് വേറെ ഫോണിലെ കിടക്കും. വീട്ടിലുണ്ട്. പൊട്ടിച്ച് നോക്ക്. വെച്ച് പൊട്ടിച്ചോ. തനിക്ക് തന്നെ കയ്യിലെടുക്കുന്നില്ലല്ലോ. ഇല്ല, ബോക്സിൽ തന്നെ വെച്ചോ. യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കൊള്ളല്ലേ ആ ഒരു കൊള്ളാല്ലേ? അതിന്റെ കളറേ ലൊക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്ത ആപ്പ്. ഒരു കൊച്ചു പൊട്ടിച്ചിരി. അടിയിലത്തെ പൊട്ടിച്ചാ? അല്ല, എവിടെയുണ്ട്? ഇവിടെ ഉണ്ടെണ്ണം. കൊച്ചിന്റെ ഒരു പേടി. മെല്ലെ എടുത്തേ. എടോ, ഇത് എങ്ങനെയാണോ എടുക്കുന്നത്? അതിന്റെ കളർ അടിപൊളി കേട്ടോ. ഇതൊന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. പാക്ക് ചെയ്തോ. കുട്ടമ്മോൻ എന്തി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? ആ സിം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല. അതിന്റെ കളർ അടിപൊളിയാ. അതായിക്കോളും. സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് IMEI മനസ്സിലാവുള്ളൂ. വെയിറ്റ് ഉണ്ടോ? ഇത് അമ്മയുടെക്കാരിലും വെയിറ്റ് ഉണ്ട്. ചെന്നൈ കൂടെ രണ്ടും ലുക്കാണ്. എനിക്കൊരു ഇത്തിരി ഈഗോ അടിച്ചു. കവറും വരുന്നുണ്ടല്ലോ സെപ്പറേറ്റ്. സെപ്പറേറ്റ്. പക്ഷെ ഈ കവർ ഉണ്ടല്ലോ, കളറും വാങ്ങും കുറച്ച് നാൾ കഴിയുമ്പോ. മഞ്ഞ കളറാവും. ഇതിന് പറ്റിയ കവർ ഉണ്ടോ? ഇതിനുണ്ടല്ലോ. ഇത് മറ്റേ കവറാണ്. സിലിക്കോൺ കേസ് ആണ്. ഇതിന് പറ്റിയുണ്ടോ? ഇതിന് വരുന്നില്ല. ഇതിന് പറ്റിയ വേറെ ഉണ്ടോന്നോ? അത് നമുക്ക് നോക്കാം. അതും കൂടെ നോക്കണേ. ശ്രീകാടുള്ള എന്തോ ട്രാൻസ്ഫറിന്റെ ആയിട്ട് ഇതിലങ്ങനെ ട്രാൻസ്ഫറിന്റെ വരുമ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. പിന്നെ വരുന്ന എല്ലാ സിലിക്കോൺ കേസ് ആയിരിക്കും. നല്ലൊരു കവറും വേണം. അപ്പം വാറണ്ടി വരുന്ന 1 ഇയർ വാറണ്ടി ആയിരിക്കും. അതേസമയം മൈക്ക്, ബോർഡ് കംപ്ലൈന്റ്, സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കംപ്ലൈന്റുകളെല്ലാം തന്നെ ക്ലിയർ ആക്കും. ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമായി. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. കട്ടപ്പനയ്ക്ക് പോകാൻ മരുന്ന് മേടിക്കാൻ തന്നെ പറഞ്ഞുള്ളൂ. ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ സിം പോലും കൊണ്ടുപോകുന്നില്ല. ഇല്ല, ഇപ്പൊ ഇവിടെ ഇട്ടോണ്ട് പോയായിരുന്നു. ഇവിടെ ഇട്ടോണ്ട് പോകാൻ പിന്നെ കുഞ്ഞിന് പിന്നെ പൈസ മുടക്കി നമ്മളെ കഷ്ടപ്പെടുന്നു. ചെറിയൊരു സങ്കടമുണ്ട്. ഇടി മേടിക്കും, സാരമില്ല. എനിക്ക് അമ്മയുടെ ഫോണിനെക്കാട്ടിൽ കളർ ഇഷ്ടപ്പെട്ടത് പപ്പയുടെ ഫോണിനാണോ? ഈ കവർ തന്നെയാണ് ഇടുന്നത്. ആ ഒരു കളർ കിട്ടും. പക്ഷെ ഉള്ളപ്പാ അതിന് മറ്റേ ഡിസ്പ്ലേക്ക് ഇത്തിരി കൂടെ സേഫ്റ്റി കിട്ടണമെങ്കിൽ വേറൊരു ഇത്തിരി കൂടെ കട്ടിയുള്ള കവർ ഇടുന്ന അതായിരിക്കും നല്ലത്. ഇതാണെങ്കിൽ ഇതിന്റെ കവർ ഇട്ട് കഴിയുമ്പോൾ ഇത് സെറ്റപ്പാണ്. അതിന്റെ ആ ഒരു ഇത് കിട്ടും. അത്യാവശ്യം കുട്ടമ്മന്റെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ കാണാൻ ഭംഗിയായിരിക്കും. നോക്ക് ഏതെങ്കിലും നല്ല കവറ്. ഇഷ്ടപ്പെട്ടോ? ഉറപ്പാണോ? വന്നോണ്ട് ഗുണമുണ്ടായോ? അപ്പയ്ക്കെന്ന് വെച്ചാൽ എന്റെ കൂടെ നടക്കുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ അതും ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഇഷ്ടമാണ്. അതാണ് വീട്ടിൽ ഇരുന്നങ്ങ് മൂഡ് ഓഫ് ആണ്. ഇപ്പൊ അവിടെ ഇരുന്നെങ്കിൽ ഒറ്റയ്ക്ക് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കേണ്ട വന്നേനെ. വന്നോണ്ട് ഒരു അടിപൊളി ഫോൺ കിട്ടി. അടിപൊളിയാ, കുഴപ്പമില്ല. ഇനി എല്ലാം സെറ്റ് ചെയ്തു. കുറച്ച് റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കട്ടെ. ഓരോന്ന്
കണ്ടു പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് സങ്കടമായി അമ്മയ്ക്ക് അമ്മയ്ക്ക് സങ്കടം. എനിക്കെന്താ സങ്കടം? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നമ്മൾ ഇന്നലെ 3 പേരും കൂടെ പ്ലാൻ ചെയ്തതാണ്. അമ്മയ്ക്കും അപ്പയ്ക്കും മാത്രം അറിയത്തില്ലാത്തതായിരുന്നു. ഞാനും ചേച്ചിയും മാളക്കുട്ടിയും കൂടെ ഇന്നലെ കട്ടിലെ അരമണിക്കൂർ കിടന്ന് രാത്രി 12 മണിക്ക് കട്ടൻ ചായ ഇട്ട് കുടിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളാട്ടോ ഇതൊക്കെ. സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണം. അതെ, എന്നാലേ ഒരു ഗുമ്മ കിട്ടുള്ളൂ അല്ലേ. ഇവരെന്നെ ഇതാ ഞോണ്ടുന്നേ. അല്ല, നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തല്ലേ വൈകിട്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി കട്ടൻ ചായ ഇട്ട് കുടിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ. ഒരു ശ്രീകുട്ടൻ ഒരു കട്ടൻ ചായ ഇട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് 2 ഫോൺ മേടിച്ചാലോ. ആ കട്ടൻ ചായ ഞാനങ്ങ് നിന്നു. വേണ്ട, ആണോ? അത് കുഴപ്പമില്ല. 4G മോഡലിന്റെ ഇരിക്കും, അത് സൂട്ട് ആകുന്നില്ല. അത് കുഴപ്പമില്ല. അതിന് മറ്റേ തുടക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടോ? ഇപ്പൊ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മാർക്ക് 2 പേരെ ഫേസ് ഒന്ന് കണ്ടോട്ടെ. സന്തോഷമായോ? ഹാപ്പി ആയോ? ഹാപ്പി ആയി. പുതിയ ഫോൺ പോയതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു, എന്റെ കയ്യിൽ നിന്നുള്ള ഒരു കയ്യബദ്ധം പോയി. കയ്യബദ്ധമൊന്നല്ല, അത് ഇപ്പം പോകാനാണെങ്കിൽ അമ്മയുടെ കയ്യിലാണെങ്കിലും പോകും. പോകേണ്ട സമയമായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോയതിനെ ഓർത്തിട്ട് ദുഃഖിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന് 2 ഇരട്ടിയായിട്ട് ഡബിൾ ആയിട്ട് തിരിച്ചു പിടിക്കണം. അതെ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം അല്ലേ? അയ്യോ, ഞങ്ങൾക്ക് എന്നൊക്കെയാ ഓണം സ്പെഷ്യൽ തരുന്നതെന്ന് കൂടെ പറ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, പവർ ബാങ്ക് ഉണ്ട്, പിന്നെ പെബിളിന്റെ ഒരു സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഉണ്ട്. കൊച്ചോടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കുള്ള വാച്ചായി. അത് 2 കേബിൾ മേടിച്ചാൽ മതി. അല്ല, 2 കൂടെ ഒരു പവർ ബാങ്ക് ഉള്ളു. പവർ ബാങ്ക് വീട്ടിൽ ഇരിപ്പുണ്ട് വേറെ. ഇത് 2 ഫോൺ എടുത്തത് കൊണ്ടാണ് ചേട്ടന്മാരെ ഇത്ര സാധനം കോംബോ ഓഫർ പോലെ തന്നാ കേട്ടോ. നമുക്ക് ഇതുകൂടി ഇട്ടാലോ? 1 ലക്ഷം രൂപ അടിച്ചോ? 1 lakh എവറി ഡേ. ആ പുള്ളിക്ക് 1 ലക്ഷം അടിച്ചു കേട്ടോ. അടിപൊളി. ഇപ്പൊ ഒരു വിശ്വാസമൊക്കെ അല്ലേ? ഐശ്വര്യ കേട്ടോ. അമ്മ ഇട്ടാമേ. അടിപൊളി. 5 സ്റ്റാർ ഹോട്ടൽ കപ്പിൾസിന് ഇട്ടോ ഇട്ടോ. അത് നമ്മള് കുട്ടമോനെ മോളമ്മേനെ കൂടെ വേറെ കപ്പിൾസ് വീട്ടിലില്ലാത്തത് കൊണ്ട് 100 സ്കൂട്ടി. കൊച്ചിട്ടോ സ്കൂട്ടി കിട്ടിയ കൊച്ചിനുള്ള. ഇന്റർനാഷണൽ ട്രിപ്പ്. അത് ഞാൻ പോകാൻ കേട്ടോ. അത് ഞാൻ ഇടാം. ഞാൻ പോകാം. 5 കാറ് അത് ഞാൻ തന്നെ ഇടാം. ഇട്ടോ ഇട്ടോ. അപ്പൊ നമ്മുടെ കട്ടപ്പന മൈജി ഫ്യൂച്ചർ ആയത് എല്ലാവരും അറിഞ്ഞു കാണും. നമ്മളെ കൊണ്ട് കയറി നോക്കാം കേട്ടോ. നമ്മളത് കഴിഞ്ഞ് കട്ടപ്പനയ്ക്ക് വന്നില്ലായിരുന്നു. ഓക്കെ, എന്താ നോക്കുന്നേ? വാഷിംഗ് മെഷീൻ ഉണ്ട്, മറ്റേ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നോക്ക്. എവിടെ ഇരിക്കണേ? ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടല്ലോ സെറ്റായിട്ടത്. ജഗ്ഗു അല്ലേ മേടിക്കണ്ടോ? ഫ്ലാസ്കോ ജഗ്ഗോ അല്ലോ. ചേച്ചി എല്ലാം കൊണ്ടുവന്നല്ലോ, പിന്നെ ആ ഫ്രിഡ്ജ് നോക്കിയേ. മറ്റേ ഡബിൾ ഡോർ ഏതാ വരുന്നത്? ലിവർപൂളോ? സാംസങ് വരുന്നുണ്ട്. ഗോദ്രേജ് വരുന്നുണ്ട്. സാംസങ്ങിന്റെ ഏതാ വരുന്നേ? ഡുവൽ കൂളിംഗ് ടെക്നോളജി വരുന്ന മോഡലാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ കൂളിംഗ് എന്ന് പറയുമ്പോൾ സൈഡിൽ നിന്നുള്ള കൂളിംഗ് ആയിരിക്കും. അതേസമയത്ത് സ്ട്രേറ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ കൂളിംഗ് ആയിരിക്കും. നമ്മൾ റാക്കി വെക്കുന്ന വെള്ളത്തിനും അങ്ങനത്തെ എല്ലാം തണുപ്പ് കൂളിംഗ് കിട്ടും. എത്ര MRP പറഞ്ഞേ? ഓഫർ പ്രൈസ് വരുമ്പോഴത്തേനും
ഇപ്പൊ പറയാം, just a minute. ആ ആണോ? പപ്പയാണോ നോക്കുന്നേ? നമുക്കിപ്പോ ഇവിടെ കണ്ടതില് എല്ലാ കൂട്ടവും അവള് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വീട്ടിലുണ്ട്. എന്നാലും ഒരു ഫ്രിഡ്ജ് ഡബിൾ നമ്മുടെ ചെറിയ ടൈപ്പ് ഇരിക്കണേ. അപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ നോക്കിയത്. എങ്ങനെ വരും ഇതിൻ്റെ MRP? MRP offer price, ഇപ്പം സാധാരണ ഇട്ടേക്കുന്ന 48,990 ആ, ആ ബെസ്റ്റ് ഓഫറിൽ തന്നെ ചെയ്ത് ചെയ്തു തരാം. ഓക്കെ, ഒന്ന് ഫുള്ള് റൗണ്ട് വെച്ചൊന്ന് കാണട്ടെ. ഓക്കെ, ഇവരെന്തോ നോക്കിയേ. 3 പേരും കൂടെ ചുറ്റിക്കറങ്ങി തേപ്പുട്ടിയുടെ പുറകെ പോയിട്ടുണ്ട്. തേപ്പൂട്ടിയോ? നമ്മളൊരു ഇതെടുക്കാം. അത് വേണം, നമ്മുടെ പോയിരിക്കും. അതെങ്ങനെയാണ് സെറ്റപ്പ്? ഇത് കൊള്ളാം. ഇതിൽ ഇച്ചിട്ട് സെറ്റപ്പ് ആവാം. ഇതാ സെറ്റപ്പ്. പക്ഷെ ഇതിൽ ആയുള്ളൂ. അതിനെന്നായിരുന്നു ഈ സാധനം ഉണ്ടോ മതി? അതുണ്ടല്ലോ, അതിരിപ്പുണ്ട്. അല്ലേ? ഇത്രയോ സാധനം ഉണ്ടായിട്ട് ഇവര് വന്ന് പിടിച്ച് പുട്ടുകൊടുത്തല്ല. വീട്ടിലില്ലാത്ത സാധനം എല്ലാ സാധനം ഉണ്ട്. എടുത്തോ. എടുത്തു. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ തുറക്കും. മറ്റേ സോണിയുടെ സ്പീക്കർ വരുന്നില്ലേ? സ്പീക്കറൊക്കെ താഴെ സ്പീക്കർ സെറ്റ് വരുന്നത് അതെങ്ങനെ MRP വരണേ? അത് ഓവർഹെഡ് ആണോ അതോ അല്ല മറ്റേ ഫ്ലാറ്റ് ആയിട്ട്. ആ ഓക്കെ, നമുക്ക് രണ്ട് മോഡൽസ് ഉണ്ട്. ആ S20R എന്ന് പറഞ്ഞ മോഡലുണ്ട്, S40R എന്നുണ്ട്. ആ S20R വരുമ്പോൾ ഇത് 400 വാട്ട്സ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. S40R വരുമ്പോൾ 600 വാട്ട്സ്. ആ 5.1 ആണ്, ഡോൾബി ഡിജിറ്റൽ ആണ്. ഓക്കെ. നമ്മുടെ TV മറ്റേ സോണിയുടെ ബ്രാവിയല്ലേ, ആ ടൈപ്പാ ആണ്. MRP കൂടുതലായിരിക്കും. ഇത് ഓഫർ പ്രൈസ് ഓണത്തിന് ഓഫറുണ്ട്. അല്ലേ? അത് നോക്കാനാണോ? Just വെച്ച് fresh piece തരാം. അതോടെ വെച്ചമേ. എങ്ങനെയുണ്ട്? നല്ല ഗ്യാസ് സ്റ്റവ് കൊണ്ടേ. ഇപ്പൊ ഞാൻ ടച്ചിന്റെ അമ്മ വരണേ. ടച്ചിന്റെ വരുന്നുണ്ട്. ഈ മോഡൽ തന്നെയല്ലേ ബ്ലൂബെറിയുടെ? അതന്നെ. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സാധനം വേണോ? ഉണ്ണിയപ്പം. അതിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആർക്കാ സമയം അല്ലേ? ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല, അതാണ് സത്യം. അടിപൊളിയാട്ടോ. സെറ്റാ. നോക്കട്ടെ. ഇതേത് സ്റ്റവ് വെക്കുന്നതാണോ? സ്റ്റോല. സ്റ്റവ് വെക്കുന്ന നിങ്ങളുടെ സ്റ്റവ് വെക്കും. സ്റ്റൗവിന്റെ ഇത്ര ഉള്ളൂ. സ്റ്റവ് ഇവിടെ ഉണ്ടല്ലോ, വെച്ച് നോക്കാൻ. ഇരിക്കുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അത് കുഴപ്പമില്ല. നമ്മുടെ സ്റ്റവ് ഇവിടെ ഇല്ല കേട്ടോ. അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇല്ല കുഴപ്പമില്ല. അതില്ലാത്ത ചെയ്യുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയെങ്കിൽ മേടിച്ചോ, ഉണ്ടാക്കി തരണം മേടിച്ചിട്ട്. ഇല്ല ഈ പാനിന്റെ തലക്കടി ഇടിയാ. എന്താ നമുക്ക് ഇതിവിടെ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നമുക്ക് ഇത് മേടിക്കാം. അതായിരിക്കും സെറ്റ്. നമുക്ക് നമ്മളത്തെ പോവാനല്ലേ. അപ്പൊ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, കറങ്ങി നമ്മൾ കാണാനേ. ഓണത്തിന് ഇഷ്ടം പോലെ ഓഫറും ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും വന്ന് പർച്ചേസ് ചെയ്യാ. കുക്കർ വേണോ? നമ്മുടെ കുക്കറാ ഇവന്റെ ഡോഗിനെ വേവിച്ച് ഒരു കുക്കർ അങ്ങ് പോയി. എടുക്കുന്നുണ്ടോ? അമ്മയ്ക്ക് വഴക്ക് പറയണമെന്നൊക്കെ വേണ്ട, പിന്നെ അമ്മ ഇത്ര എന്നാ എടുത്താൻ വരണം. വലുതല്ലേ വേണ്ടത്? വേണ്ടത് എത്ര? ഒത്തിരി വരും വേണ്ട. എത്ര ലിറ്റർ നമുക്ക്? എന്നാലും ഓണം പ്രമാണിച്ച് അതിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അലുമിനിയം ടൈപ്പ് ആണ്. ഇത്രയും വലുതൊന്നും വേണ്ട. വരും അല്ലേ? സ്റ്റീലിന് മണ്ടയില് അങ്ങനത്തെ നോക്കിയപ്പോ അത് അത്യാവശ്യം വെയിറ്റ് കയറുന്നു. ആ ഒരു എത്ര ലിറ്ററാ? കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ നോക്കാം അല്ലേ. ഓക്കെ. ഇത് 400 200 രൂപ. 5,200 ഒരു ഓഫർ. അത് വെച്ച് റേറ്റ് കുറഞ്ഞ് നോക്കിയാൽ നമുക്ക്. കുക്കറിന് നോർമലി എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് വരും. ഇവിടെ
ഇഞ്ചക്ഷൻ ബേസ് 2200. അത് അപ്പുറത്തെ ഏരിയക്ക് നമ്മുടെ MRP പ്രൈസ് ഇപ്പുറത്ത് വരുന്നൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ്. സ്പെഷ്യൽ ഓഫർ 4500 MRP വരുന്ന ഇത് ഓഫർ പ്രൈസ്. ഓഫർ പ്രൈസ് ഇതിന്റെ ശരിക്കുള്ള വില 4500. 2500 ഓഫർ പ്രൈസാ. ഞാൻ കണ്ടുപിടിച്ചത് തന്നെ എടുക്കാനാണ് സാധ്യത കൂടുതൽ. ആ ഇൻഫെക്ഷൻ അല്ല നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്തു. ഇത് എത്ര ലിറ്റർ ആയത്? എത്ര ലിറ്റർ? 5 എന്തുവാ നോക്കുന്നേ? നമുക്ക് പറ്റിയ സാധനം എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കുവായിരുന്നു. ബോട്ടിലും ജഗ്ഗൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഏതാ? കുക്കർ 4500 2200. ഒരു കുക്കർ ഇനിയുള്ളത് വീട്ടിലുള്ള ഇത് മീഡിയം ടൈപ്പാ. വീട്ടിലുള്ള വലുതും ചെറുതാ. എത്രയായാലും വേണം നമുക്ക്. ഇത്ര ഉണ്ടല്ലേ അത്യാവശ്യം സാധനം. നമ്മൾ 5-6 പേർക്കുള്ളത് ഉണ്ടാക്കണ്ടേ അല്ലേ? എന്നാ ഇതെടുത്താമേ. ഏതാന്ന് വെച്ചാൽ എടുത്തോ, ഇഷ്ടമുള്ള എടുത്തോ. അമ്മയുടെ ഇഷ്ടം നോക്കി എടുത്തോ. ഇച്ചിരി ചെറുത് വേണമെങ്കിൽ ഇതായിരിക്കും. അത് ഇത്തിരി കൂടെ ചെറുതുണ്ട്. ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. ഇവിടെ വെച്ചോ. ഇഷ്ടപ്പെട്ടെടുത്താണോ? പറഞ്ഞ നമ്പറിലായിരുന്നു ഫോൺ നമ്പർ. അതന്നെ ആ നമ്പർ ഒന്നും കൂടി പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? എടുത്തോ? അതിനൊരു കുട്ടിക്കൊക്കെ എടുക്കുന്നു പോകാനോ? പണി പഠിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സാധനം അത് മുടിപ്പിക്കും. ഇവിടെ വെച്ചോ, ചിലപ്പോൾ എടുത്ത് അതിന്റെ വേറെ തരുമായിരിക്കും. ആ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നല്ലേ? ഇഷ്ടപ്പെട്ടെടുത്താണോ? ഇഷ്ടപ്പെട്ടെടുത്താ കേട്ടോ. അവിടെ ചെന്നിട്ട് അതിന് അത് പോരെ ഇത് പോരെന്നൊക്കെ പറഞ്ഞല്ലോ. അതെ അതെ. ഞാൻ ഇവിടെ കൊണ്ടുവിടും. ഇനി അടുത്തത് തുറന്ന് തുറക്കാൻ പറ്റാതെ വരുന്നത്. അതൊക്കെയുണ്ട്. ഇതാകുമ്പം വലിയ പൊക്കം വരില്ല. ഇതിനുള്ള വ്യാസം കൂടുതൽ. അതാ ഇത് എടുക്കുന്നോ? വേണ്ട അത് മതി. അതിനൊരു കുട്ടിത്തൊക്കെ നമുക്ക് കുട്ടിത്തോളമാണ് നമുക്ക് ഇഷ്ടം അല്ലേ? അങ്ങനെയല്ലമ്മേ, ഏത് അമ്മയ്ക്ക് ഇഷ്ടമാണുള്ളത് എടുത്തോ. ഇത് മതി കേട്ടോ, ഉറപ്പിച്ചു. ഇത് മതി. വ്യാസമുണ്ട്. അത്യാവശ്യം ഉള്ളുണ്ട്. ഓക്കെ, ഇത് ആ ഒരു പുട്ട് കൊടുവേ. ചുമ്മാ ഒന്ന് കാണാൻ കയറിയതാ ഇവിടെ. അല്ല ഞാൻ പുട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുക്കും കേട്ടോ. ഇല്ലായിരുന്നു. ഞങ്ങൾ ചുമ്മാ താഴെ വന്ന് ഫോൺ എടുത്തു. പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചു. ഇത്ര ഡെവലപ്പ് ആക്കി എന്ന് ഓർത്ത് വന്നതാണ്. പിന്നെ പുട്ടുകൂടെ ഞാനാ പറഞ്ഞു, കാരണം എനിക്ക് പുട്ട് പണ്ടേ ഇഷ്ടമാണ്. വീട്ടിൽ പുട്ടുണ്ടാക്കി കൊടുത്ത അന്നത്തെ കാര്യം ഓക്കെ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. അതെ, ഇപ്പൊ അല്ലേ പൊറോട്ടയും മറ്റേ ഇതൊക്കെ ഒരേ കാലത്ത് പുട്ടായിരുന്നു. ഇപ്പൊ തമിഴ്നാടൊക്കെ പോയാൽ അവർ നിങ്ങൾ പുട്ടിന്റെ ആളാന്നല്ലേ പറയുന്നത്. ആ, പുട്ടും പഴവും. നമ്മുടെ കട്ടപ്പനയിലും മൈജി ഇത്രയും വികസിച്ച സ്ഥിതിക്ക് എല്ലാം കണ്ടിട്ട് പോകാൻ നല്ലതല്ലേ. നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യും കേട്ടോ. എന്നുവെച്ചാൽ നല്ല നീറ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഉപ്പേരയിലും പരിസരത്തും കട്ടപ്പന പരിസരത്തൊക്കെ ഉള്ളവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പോലെ സാധനങ്ങൾ മേടിക്കാം അല്ലേ? നല്ല ഓഫറാണ്, എല്ലാവരും വന്ന് കാണുക, മേടിക്കുക. MRP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 3134 സാധനം 1999 രൂപയ്ക്ക് കിട്ടും കേട്ടോ. എല്ലാ ഐറ്റത്തിനും വ്യത്യാസം എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇന്ത്യ 2 പിള്ളേരുണ്ടായിരുന്നു, എന്തൊക്കെയോ തട്ടിയും മുട്ടിയിരുന്ന വെച്ച. വാ, ഓക്കെ. രണ്ടുപേരൂടെ എല്ലാം നോക്കുന്നുണ്ട്. ഹായ്, എന്നാ പരിപാടി? സൗണ്ട് ആ ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു തന്നില്ലേ? ആ പ്ലാൻ ചെയ്ത് ആ ഇഷ്ടപ്പെട്ടോന്ന് ഞാനല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ സമയം എന്നായി കാണും? വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടോ മോക്ക്? രാവിലെ ഞാൻ അങ്ങനെ ഫുഡ് അടിച്ചില്ല. എഴുന്നേറ്റ് ഉടനെ ഒരുങ്ങി പോരല്ലായിരുന്നു. ആ തന്നെ ഇരുന്ന് കളിക്കും കേട്ടോ. ആ അടിപൊളിയായിട്ടിരുന്ന് കളിക്കുക തന്നെ. കുഞ്ഞുപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ആ വിശന്നിട്ട് കണ്ണുപോലും കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. ബാ കഴിച്ചിട്ട് പോവാം. കൊച്ചിന് വിശക്കാനായിട്ട് കുറേ നേരമായി, കൊച്ചനോട് കുറേ നേരമായിട്ട് പറയുന്നേ. അപ്പൊ നമ്മളെ സ്ഥിരം കയറുന്ന ഹോട്ടൽ കേട്ടോ, ഹോട്ടൽ അമ്പാടി. ചേച്ചിക്കൊക്കെ വിശന്നിട്ട് കണ്ണും കാതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ നമ്മള് തിരിച്ച് പോവാ കേട്ടോ. നമ്മള് CCTV ചെക്ക് ചെയ്തപ്പോ സേറക്കുട്ടിയുടെ ഒരു കാർച്ച കേട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ. അപ്പൊ പെട്ടെന്ന് കഴിച്ചോണ്ടിരുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കഴിച്ചില്ല.
നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം കേട്ടോ. പിന്നെ ചേച്ചിക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിക്കാനുണ്ട് നിർത്തിയ കേട്ടോ കടയിൽ നിന്ന്. നമ്മൾ ഇവിടെ നിന്നാണ് സ്ഥിരം ഫ്രൂട്ട്സ് മേടിക്കുന്നത്. ചേച്ചി ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട്. റംബൂട്ടാനോ കിവി, എനിക്ക് കിവിയൊക്കെ മേടിക്കുന്നുണ്ട്. ഇനി വീട്ടിൽ ചെന്നാലേ ഒരു സമാധാനമുള്ളൂ. സേറമൊക്കെ എങ്ങനെയാ എന്താണെന്ന് അറിയത്തില്ല. അവൾക്ക് രാവിലെ പോന്നപ്പം നമ്മൾ നോക്കിയായിരുന്നു, നമ്മളെ നോക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല, ആൾ ആക്റ്റീവ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് മിനിങ്ങാന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഓക്കെ ആയി. നമ്മൾ നോക്കി ഇപ്പൊ അങ്ങനെ ഒരു കാർച്ചയും കൂടെ കേട്ടപ്പോഴത്തേന് ഒരു വിഷമം, ഒരു ടെൻഷൻ. നമുക്ക് ഇനി എങ്ങും തങ്ങണ്ട, നമുക്ക് വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം, ഓട്ടോ. അതിനും കൂടിയാണ് ഇന്ന് കട്ടപ്പനയ്ക്ക് വന്നത്. അപ്പം അതും വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോ നാളെ രാവിലെ എല്ലാം പപ്പാടേക്ക് കൊടുത്തുവിടാന്ന് വെച്ചു.